നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിന്റെ ചൂടൻ കാറ്റ് വീണ്ടും യുദ്ധത്തിന്റെ മണവും നിറച്ചു വീശുകയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഹൃദയധമനിയായ ഈ കടൽപാതയിൽ ഇനി ഓരോ തിരയും ഭയത്തിന്റെ ചൂട് കൊണ്ടുവരും. ശാന്തിയാണോ വരുന്നത്, അതോ പുതിയ യുദ്ധത്തിന്റെ തുടക്കമോ എന്നുള്ള ചോദ്യമാണ് നുരഞ്ഞു പൊങ്ങുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇതിനകം തന്നെ അപകടകരമായ ഒരു വഴിത്തിരിവിൽ എത്തിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് ലോകത്തെ നടുക്കിക്കൊണ്ട് അമേരിക്കൻ സൈന്യം ഇറാന്റെ ഒരു ചരക്കു കപ്പൽ പിടിച്ചെടുത്തത്. MV ടൗസ് എന്ന പേരിലുള്ള ഈ കപ്പൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. മുന്നറിയിപ്പുകൾ അവഗണിച്ചതോടെ അമേരിക്കൻ നാവികസേന കപ്പലിന്റെ എഞ്ചിൻ ഭാഗത്ത് നേരിട്ട് വെടിവെച്ച് നിയന്ത്രണം പിടിച്ചെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ കപ്പലിനെ വെടിവെച്ച് കീഴടക്കിയതിന്റെ വീഡിയോയും വിശദാംശങ്ങളും പങ്കുവെച്ച് US സേനയും രംഗത്ത് വന്നു. ഇറാനിയൻ ചരക്കു കപ്പൽ പിടിച്ചെടുത്തതായി നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് US സെൻട്രൽ കമാൻഡ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഇറാനിയൻ തുറമുഖത്തേക്ക് പോകാൻ ശ്രമിച്ച ഇറാൻ പതാകയുള്ള ചരക്ക് കപ്പലിനെയാണ് തടഞ്ഞതെന്ന് US സൈന്യം പറയുന്നു. അറബിക്കടലിന്റെ വടക്കൻ ഭാഗത്ത് 17 നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഇറാനിലെ ബന്ദർ അബ്ബാസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന MV ടൗസ് എന്ന കപ്പലിനെയാണ് വെടിയുതിർത്ത ശേഷം കീഴടക്കിയത്. USS പ്രൂവൻസ് കപ്പലാണ് ഇറാനിയൻ കപ്പലിനെ തടഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യം നിരവധി മുന്നറിയിപ്പുകൾ നൽകുകയും ഇറാന്റെ പതാകയുള്ള കപ്പൽ US ഉപരോധം ലംഘിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തതായും സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 6 മണിക്കൂറോളം തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ടൗസ്കയിലെ ജീവനക്കാർ അത് പാലിക്കാതിരുന്നതിനെ തുടർന്ന് എഞ്ചിൻ റൂം ഒഴിയാൻ നിർദ്ദേശിച്ചു. 5 ഇഞ്ച് MK-45 ഗൺ ഉപയോഗിച്ച് ടൗസ്കയുടെ എഞ്ചിൻ റൂമിലേക്ക് നിരവധി തവണ വെടിയുതിർക്കുകയും കപ്പലിന്റെ പ്രൊപ്പൽഷൻ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. US മറൈൻ സംഘം പിന്നീട് കപ്പലിലേക്ക് പ്രവേശിക്കുകയും കപ്പൽ കസ്റ്റഡിയിലാക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. US സൈന്യം വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇടപെടൽ നടത്തിയതെന്നും സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നു. നാവിക ഉപരോധം ആരംഭിച്ച ശേഷം ഇതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കിയുള്ള 25 കപ്പലുകളെ തടഞ്ഞിട്ടുണ്ടെന്നും US സൈന്യം കൂട്ടിച്ചേർത്തു. ഇറാനിയൻ വാണിജ്യ കപ്പലിനു നേരെ വെടിയുതിർത്ത് US വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇറാനിലെ ഉന്നത സൈനിക കമാൻഡറായ ഖത്തം അൽ അൻബിയ ആരോപിച്ചു. തിരിച്ചടിക്കുമെന്ന് ഇറാനിയൻ സായുധ സേന അറിയിച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്ന് വരികയായിരുന്ന കപ്പലാണ് US സൈന്യം പിടിച്ചെടുത്തതെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കി. ഹോർമുസിൽ കഴിഞ്ഞ ദിവസം ഇറാൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തത് വെടിനിർത്തൽ ലംഘനമാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആരോപിച്ചിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘന ആരോപണങ്ങൾക്കിടെ തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന US ഇറാൻ രണ്ടാം ഘട്ട ചർച്ചകളെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. US പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലേക്ക് പോകുന്നതായി ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ നിലവിൽ. ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുമെന്ന് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തെറ്റാണ്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. USന്റെ അമിതമായ ആവശ്യങ്ങൾ, യുക്തിരഹിതവും യാഥാർത്ഥ്യ ബോധ്യമില്ലാത്തതുമായ പ്രതീക്ഷകൾ, നിലപാടുകളിൽ തുടർച്ചയായ മാറ്റങ്ങളും വൈരുദ്ധ്യങ്ങളും, കൂടാതെ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ പ്രസ്താവനകളോട് കൂടിയതുമായ നാവിക ഉപരോധം എന്നിവ ചർച്ചകൾക്ക് തടസ്സമായി നിൽക്കുന്നുവെന്നാണ് ഇറാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം രണ്ടാം ഘട്ട ചർച്ച നടക്കുമെന്ന പ്രതീക്ഷയിൽ പാകിസ്ഥാനിൽ ഒരുക്കങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ലോക്ക്ഡൌണിന് സമാനമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് ഇസ്ലാമാബാദിൽ നടത്തിയിരിക്കുന്നത്. US പ്രതിനിധി സംഘം എത്തുന്നതിന് മുന്നോടിയായി USന്റെ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ അടക്കം പാകിസ്ഥാനിലെത്തിയതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. അതേസമയം തന്നെ ഇറാനെ ചർച്ചയ്ക്കെത്തിക്കാനുള്ള സജീവ നീക്കങ്ങളിലാണ് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവി അസിം മുനീറും. ഇതൊരു തുറന്ന വെല്ലുവിളിയാണ്. കാരണം ഈ നീക്കം നടക്കുന്നത് വെറും യുദ്ധഭൂമിയിലല്ല, രാജതന്ത്രത്തിന്റെ അതീവ സങ്കീർണമായ വേദിയിലാണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അമേരിക്ക ഇറാനെ സാമ്പത്തികമായി മുട്ടുകുത്തിക്കാൻ നാവിക ഉപരോധം പ്രഖ്യാപിച്ചത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ തടയുകയും അവരുടെ എണ്ണ വ്യാപാരം നിലച്ചു പോകുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഈ കപ്പൽ പിടിച്ചെടുപ്പ് ഇവിടെ വെച്ച് നിൽക്കില്ല. അത് നേരിട്ട് സമാധാന ചർച്ചകളെ തന്നെ തകർക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുമായി ചർച്ചകൾക്ക് പോകാൻ തയ്യാറായിരുന്ന ഇറാൻ ഇപ്പോൾ പിന്നോട്ട് പോയി. ഇത് കടൽ കൊള്ളാണെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ചോദ്യം ഒന്ന് മാത്രം: ഈ കടലിൽ ഇനി കപ്പലുകളാണോ സഞ്ചരിക്കുക, അതോ യുദ്ധ സന്നാഹമൊരുക്കുന്ന പടക്കപ്പലുകൾ? ഒരു വശത്ത് അമേരിക്ക ആഗോള ശക്തിയുടെ പൂർണ്ണ സൈനിക ഭാരം ഉപയോഗിച്ച് ഇറാനെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് ഇറാൻ സ്വാഭിമാനത്തിന്റെ പേരിൽ പിന്മാറാൻ തയ്യാറല്ല. ഹോർമുസ് കടലിൽ കടഞ്ഞാൽ ലോകത്തിന്റെ 20% എണ്ണ വ്യാപാരമാണ് തടസ്സപ്പെടുക. അതായത് ഈ സംഘർഷം വെറും 2 രാജ്യങ്ങൾക്കിടയിലുള്ളത് മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ശ്വാസകോശം തന്നെ പിടിച്ചു കുലുക്കുന്ന ഒന്നാണ്. സമാധാനത്തിന്റെ അവസാന വാതിൽ അടയുകയാണോ, അല്ലെങ്കിൽ പുതിയ യുദ്ധത്തിന്റെ ആദ്യ വെടിയാണോ മുഴങ്ങിയത്? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ചോദ്യമായി ഇത് മാറിയിരിക്കുകയാണ്.